സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അധ്യാപകരുടെ നിയമനത്തിൽ ആശങ്ക. സർക്കാർ സ്കൂളുകളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ മാത്രം 5000-ഓളം സ്ഥിര അധ്യാപകരുടെ ഒഴിവുകളുണ്ട്. സ്കൂളുകളിൽ നിലവിലെ അധ്യാപക ഒഴിവുകൾ നികത്താനായി വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. സംസ്ഥാനത്ത് ആകെ 5864 സ്ഥിരാധ്യാപകരുടെ തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. ഇതിൽ 530 പ്രൈമറി സ്കൂളിലെ പ്രധാന അധ്യാപകരുടെ തസ്തികകളാണ്. അധ്യയന വർഷം ആരംഭിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സാഹചര്യത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന പ്രധാന അധ്യാപക തസ്തികകളെങ്കിലും നികത്തണമെന്നാണ് ദേശീയ അധ്യാപക പരിഷത്ത് ആവശ്യപ്പെടുന്നത്. ഗവൺമെന്റ് പ്രൈമറി സ്കൂളുകളിലെ ഇത്തരം മുന്നൊരുക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഏതാണ്ട് 500-ലധികം അധ്യാപകരുടെ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു. അതുപോലെ തന്നെ ഗവൺമെന്റ് ഹൈസ്കൂളുകളിൽ ഏതാണ്ട് 6000-ഓളം അധ്യാപകരുടെ തസ്തികകളും ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇത്രയധികം അധ്യാപകരുടെ തസ്തികകൾ ഒഴിച്ചിട്ടുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എങ്ങനെ നൽകും എന്നുള്ളത് ആശ്ചര്യകരമാണ്. പഠിപ്പിക്കാൻ മുഴുവൻ അധ്യാപക തസ്തികകളും നികത്തണം എന്ന് ദേശീയ അധ്യാപക പരിഷത്ത് ആവശ്യപ്പെടുകയാണ്. സംസ്ഥാനത്ത് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതാണ് നിയമനത്തിന് തടസ്സമാകുന്നതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന ന്യായീകരണം. എന്നാൽ സെക്രട്ടേറിയറ്റിലെ ചില വകുപ്പുകളിൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തന്നെ സ്ഥാനക്കയറ്റം നൽകിയതായും ആക്ഷേപമുണ്ട്. നിലവിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തരമായി ഒഴിവുകൾ നികത്തണമെന്ന ആവശ്യം ശക്തമാണ്. അല്ലാത്തപക്ഷം വിദ്യാലയങ്ങൾ തുറക്കുന്നതോടെ കുട്ടികളുടെ കാര്യം പ്രതിസന്ധിയിലാകുമെന്നാണ് വിലയിരുത്തൽ. ജനം, തിരുവനന്തപുരം.